ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു കപ്പിൾ ചലഞ്ച് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കുറെ നാളെ നമ്മൾ വീഡിയോസ് കുറെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ചലഞ്ച് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ചലഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ സ്റ്റുഡിയോയിൽ വന്നപ്പോ പെട്ടെന്ന് നമ്മള് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ചലഞ്ച്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവര് പെട്ടെന്ന് കുറെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി നമ്മോട് ചോദിക്കുന്നതാണ്. ഇത് സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല കേട്ടോ, നമ്മൾ സ്ക്രിപ്റ്റഡ് ഒരു പരിപാടി. ഞങ്ങൾക്കറിയില്ല ക്വസ്റ്റ്യൻസ്, അവര് പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മണിക്കുട്ടന്റെ ഇപ്പൊ ആ ക്വസ്റ്റ്യന്റെ മണിക്കുട്ടന്റെ ആൻസർ ഞാൻ എഴുതും, എന്റെ ആൻസർ മണിക്കുട്ടൻ എഴുതും. എല്ലാവർക്കും അറിയാവുന്നൊരു ഗെയിമാണ്. ആ ഒരു പാറ്റേണിലാണ് നമ്മൾ സെയിം ആണോ അല്ലെങ്കിൽ ഞങ്ങള് ജോഡിപ്പൊരുത്തമുള്ളവരാണോ, എങ്ങനെയായിരിക്കും ഇതിന്റെ കണക്ഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കാനാണ്. ഓക്കെ, അപ്പോ ചലഞ്ചിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങള് ബുക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ പ്രിപ്പറേഷൻ ആണ്. ഡിൻസി ഒരു കാര്യത്തിൽ പെർഫെക്ഷനിസ്റ്റ് ആണ്, അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നത്. എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയില്ല, കാരണം മെനക്കെട്ട ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും ചോദിക്കുക. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മളത് ഞങ്ങളുടെ രണ്ടുപേരുടെയും തനി സ്വരൂപങ്ങൾ ഇന്നിവിടെ റിവീലാവും. റിലാക്സ്. നമ്മള് 18 ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഓക്കെ, രണ്ടുപേരും ഇവിടുത്തെ ചോദിക്കും സെയിം ആണോ എന്നാണ് നമ്മൾ നോക്കണത്. ലൈക്ക് നിങ്ങൾക്ക് എത്ര നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടെസ്റ്റിന് റെഡി അല്ലേ? ഓക്കെ, അത് റെഡി. എന്നാ പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, തുടക്കം നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആണ്, ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, റെനീഷയുടെ അതായത് സ്വത്തിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എന്താണ്? ഓ, സിമ്പിൾ, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ എന്റെ ഒറിജിനൽ ആൻസർ എഴുതും, മണിക്കുട്ടനും സെയിം ആണോ എഴുതുന്നത് എന്ന് നോക്കാം. അതല്ല, എന്താണ് ഫുഡ്? ഇത് പറഞ്ഞില്ലെങ്കിൽ മണിക്കുട്ടനെ പിന്നെ ഞാൻ നമ്മള് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ അത് സെയിം ആൻസർ പറഞ്ഞാ മതി. ആ, ഞാൻ നോക്കും പറഞ്ഞു കഴിയുമ്പോട്ടോ. കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ എഴുതി കഴിഞ്ഞില്ലേ? ആ, ഞാൻ ചെക്ക് ചെയ്തോളാം ശരിയാണോ. ഓക്കെ, അപ്പൊ എന്റെ ആൻസർ ഷവർമ എന്നാണ്. അതായിരുന്നു ആദ്യം എന്റെ ഫേവറേറ്റ്, ഫ്രൈഡ് റൈസ്. ആക്ച്വലി എന്റെ മനസ്സിൽ ഫ്രൈഡ് റൈസ് എന്നായിരുന്നു, പക്ഷെ ഷവർമ ആയത് ഞാൻ പറഞ്ഞില്ല. അത് ഇവളുടെ ഫേവറേറ്റ് ഫസ്റ്റ് ഫ്രൈഡ് റൈസ് ആയിരുന്നു. അങ്ങനെയല്ല, ബിരിയാണി അല്ലെങ്കിൽ റൈസ് ഐറ്റംസിൽ വെച്ച് നോക്കുമ്പോ ഫ്രൈഡ് റൈസ്. ഓക്കെ, ഇനിയിപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടുപേരുടെയും മനപ്പൊരുത്തം പാളി. അപ്പൊ സ്കോർ ഇവിടെ കൗണ്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, സ്കോർ വേണോ? എഴുതണത് കാണിക്കേണ്ടി വരും. വേണ്ട. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആരാണ് ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്ന ആള്? ആൻസർ മണിക്കുട്ടനാണ്. മണിക്കുട്ടന് ബാത്റൂമിൽ പോകാൻ വേണം, ചോറിനാ ഫോൺ വേണം, ഉറങ്ങാൻ ഫോൺ വേണം, എല്ലാത്തിനും ഫോൺ വേണം. അത് എന്റെ ഞാൻ തന്നെയാണ്. ഞാൻ തന്നെ എഴുതി വെച്ചേക്കണ, മനു തന്നെയാണ് ഞാൻ എഴുതി വെച്ചേക്കണേ. ഒരു പോയിന്റ്. രണ്ടുപേരുടെയും മലപ്പുറത്ത് എന്തായാലും കറക്റ്റ് ആയിട്ട് കിട്ടും. അതെ, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചീറ്റിപ്പോയതുകൊണ്ട് ഇനി ഇതിൽ കൂടുതൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ തീറ്റൊന്നുമില്ല. അത് കറക്റ്റ് ആൻസറാണ് ഞാൻ പറഞ്ഞത്. അത് ഇവള് എനിക്ക് ഷവർമ ഇഷ്ടം. അല്ല, പാർട്ട്ണറുടെ ഇഷ്ടത്തിൽ ചേഞ്ച് വരുത്തിയെങ്കിൽ മറ്റേ പാർട്ട്ണർ അത് അപ്ഡേറ്റഡ് ആവണ്ടേ അതിനെ കുറിച്ച്. ഓക്കെ, ആരാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പില് കൂടുതൽ റൊമാൻറ്റിക്?
പറഞ്ഞു. മണിക്കുട്ടൻ. എന്താണ് മണിക്കുട്ടന്റെ ആൻസർ? ഞാൻ റൊമാൻറ്റിക് ആണെന്ന് എനിക്കെന്നറിയാമോ? മണിക്കുട്ടൻ എല്ലാം ഭയങ്കര സിനിമാറ്റിക് സ്റ്റൈലിലാണ് കൊണ്ടുപോണേ. ഓക്കെ, അത് നമ്മുടെ വീഡിയോസിൽ കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും, അതോടെ ഒരു കുഴപ്പമില്ല. ജീവിക്കാണ്. ഓക്കെ ഓക്കെ, ഇനി ആർക്കാണ് ഏറ്റവും കൂടുതൽ വാശി? ഇതൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ സിമ്പിൾ ആണ് അതൊക്കെ. ഇത് മണിക്കുട്ടൻ പറയാ ആൻസർ. ഏറ്റവും കൂടുതൽ വാശി എന്റെ കുഞ്ഞുങ്ങൾക്കാണ്. അവക്കാണ് ഏറ്റവും കൂടുതൽ വാശി. പക്ഷെ വാശിയാണെങ്കിലും അതൊരു ക്യൂട്ടാണ്. ഇടക്ക് മണിക്കൂട്ടിൽ തന്നെ വലിച്ചു കീറാൻ നല്ല ഇടി ഉണ്ടാവാറുണ്ട് കേട്ടോ, നല്ല ഇടി. പക്ഷെ ഞങ്ങള് അത് പറഞ്ഞു തീർക്കും. എനിക്ക് ഇവിടെ കാണാണ്ടിരിക്കാൻ പറ്റില്ല. ഒരു ദിവസം വഴക്കുണ്ടാക്കിയ പോലും അപ്പൊ തന്നെ ഞാൻ പോയി കാല് പിടിക്കേണ്ടി വരും. അതങ്ങനെയാണ്. കാരണം കുഴപ്പമൊന്നും എനിക്ക് കാല് പിടിക്കണേന്റെ അല്ല, വേറെ ഓപ്ഷൻ ഇല്ല കാല് പിടിക്കാതെ. അതുകൊണ്ടല്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ട്. വേറെ ആർക്കും മിണ്ടാൻ അങ്ങനല്ല കേട്ടോ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. മിണ്ടാതിരിക്കാൻ പറ്റില്ല. അടുത്ത ദിവസം ഇപ്പൊ 3 ശരിയാക്കി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. റെനീഷയ്ക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യം എന്താണ്? അതേപോലെ തന്നെ മണിക്കുട്ടന് പേടിയുള്ള ഒരു കാര്യം. രണ്ടുപേരും എഴുതാം, രണ്ടുപേരുടെയും. മണിക്കുട്ടനെ ഞാൻ എഴുതണം, എന്റെ പേടി. ഏറ്റവും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പേടിയുള്ളത്. പേടിയായിട്ട് നിനക്ക് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു അച്ഛൻ എനിക്കത് പേടിയാണ്, അങ്ങനെ എന്തെങ്കിലും പേടിയുള്ള കാര്യം അല്ലേ? മണിക്കുട്ടൻ വെക്കാറ് റെനീഷേനാണ് പേടിയെന്നൊക്കെ. ഇത് ഞാൻ ഓക്കെ, എന്താ പറഞ്ഞു? മണിക്കുട്ടന് ഏറ്റവും പേടിയുള്ളത് അസുഖം വരുമ്പോ, എന്തെങ്കിലും അസുഖം ചെറിയ ഇതൊക്കെ വന്നാല് ഭയങ്കര പേടിയാ. ഭയങ്കര അസുഖമായിട്ട് വലിയ അസുഖമായിരിക്കോ, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഭയങ്കര പേടിയാണ് മണിക്കുട്ടന്. ശരിയല്ലേ? എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഞാൻ മെന്റലി ഭയങ്കര ഭയങ്കര സീനാണ്. എനിക്ക് പ്രശ്നം പറഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ അങ്ങനെയാണ്. എന്നെ അറിയണവർക്ക് എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും കാര്യം ചെറിയ കാര്യം കിട്ടിയാൽ മതി, അപ്പൊ ടെൻഷൻ ആവും, കൂടുതൽ പെട്ടെന്ന് പാനിക് ആവും. പെട്ടെന്ന് പാനിക്കും. അവർക്ക് ഇപ്പൊ ഈ ഇടയായിട്ടുള്ളത് പിസോഡിയുടെ ഒരു കൺസേൺ ഭയങ്കര കൂടുതലാണ്. അതൊരു പേടിയായിട്ട്. പിന്നെ പൈസ സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, അങ്ങനെ ഭയങ്കര പേടിയുണ്ട്. എന്താ എഴുതിയേക്കണേ സാറ്? സാമ്പത്തികവും പിസോഡി, അത് രണ്ടാണ് ഞാൻ എഴുതിയേക്കണേ. കാരണം ഫിനാൻഷ്യൽ രീതിയിൽ. ഓക്കെ, ഇനി അടുത്തത് എന്താന്ന് ചോദിച്ചാൽ 5 4 ശരിയായിട്ടോ. ഓക്കെ ഓക്കെ, ഇനി ആരാണ് ഏറ്റവും കൂടുതൽ സർപ്രൈസസ് പ്ലാൻ ചെയ്യുന്നത്? പ്ലാൻ ചെയ്യുന്നതും പിന്നെ ചീറ്റി പോണതും വർക്ക് ആവണതും ഒക്കെ ഇതിന്റെ ഇടയിൽ പറയാട്ടോ. സർപ്രൈസസ് പ്ലാൻ. ഓക്കെ, മണിക്കുട്ടന്റെ ആൻസർ ആദ്യം പറ. ഏറ്റവും സർപ്രൈസസ് പ്ലാൻ ചെയ്ത് കുഞ്ഞോളാണ്. വർക്കൗട്ട് ആവണത് മണിക്കുട്ടന്റെ. ഇപ്പൊ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ ഒരുപോലെ സർപ്രൈസുകളൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട്. ഞാൻ എഴുതിയ ആൻസർ ഉണ്ടോ? ബോത്ത്. നിങ്ങൾ രണ്ടുപേരും സെയിം എഫേർട്ട് ഇടും. ഓക്കെ, നൈസായിട്ട് നീ മണിക്കുട്ടനെ പോത്ത് വിളിച്ചാണോ എന്നൊക്കെ. ഓക്കെ, അടുത്തത് ഓക്കെ, നിങ്ങൾ തമ്മില് റിലേഷൻ ആയിട്ട് ആദ്യമായിട്ട് വഴക്കിട്ടത് എന്തിനായിരുന്നു? അതും ഓർമ്മയുണ്ടോ? അത് മനു പറയോട്ടെ, എന്തെങ്കിലും ഉണ്ടാക്കിയൊക്കെ പറയാം, ഓർമ്മയില്ല. ആദ്യമായിട്ട് വഴക്കുണ്ടാക്കിയത് നമ്മള് റിലേഷനിലായിട്ട് എഴുതിയാ മതി. വഴക്കുണ്ടാക്കിയതാണേ. മീൻസ് നമ്മള് രണ്ടുപേരും കൺഫർമേഷൻ പറഞ്ഞതിന് ശേഷം ഫസ്റ്റ് വഴക്ക്. വലിയ വഴക്കാണോ ചെറിയ വഴക്ക്? ചെറുത് ആർഗ്യുമെന്റ്സ് അല്ല, നല്ല വഴക്ക്.
ഓക്കെ ഇടി. അങ്ങനത്തെ അല്ല, ആ നല്ല ആർഗ്യുമെന്റ് ഉണ്ടായി. നീ ഓക്കെ. കറക്റ്റ് ആണോന്ന് അറിയില്ല, എന്റെ ഓർമ്മയിലൊന്നും ഞാൻ എന്റെ ഓർമ്മയിൽ എഴുതിയത്. ഞാനും എഴുത്, പറയണ്ട. ശരിയാണോന്ന് അറിയില്ല, അതിന് മുന്നേ ഉള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഓക്കെ എന്താ ആൻസർ? നീ പറ, ഞാനേ പറഞ്ഞത്. ഞങ്ങള് മലപ്പുറത്തൊരു ഫുട്ബോൾ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നാണ് എന്റെ അറിവില് നമ്മൾ നല്ലൊരു വഴക്കുണ്ടാക്കണേ. ഈ ആ അത് പറയല്ലേ, അത് കൺഫർമേഷൻ ഒക്കെ വന്ന് അപ്പോഴല്ല. ആണ് ആണ് നമ്മള് പിന്നെ സ്നേഹിക്കുന്ന സമയത്തല്ലേ അന്ന് നമ്മൾ അങ്ങനെ പോയി. ആ, ആ. അതാണ് എന്റെ അറിവിലൊരു ആദ്യത്തെ ഒരു വലിയ വഴക്ക്. ശരി ശരിയാട്ടോ. ഓക്കെ. മണിക്കുട്ടന്റെ ഞാൻ വിളിക്കാതിരിക്കുമ്പോ അത് എപ്പോഴും ഉള്ളതല്ലേ. ഞാൻ ഓക്കെ. പിന്നെ നമ്മൾ ഈ വഴക്കിട്ട കാര്യങ്ങൾ ആക്ച്വലി ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഞാൻ ആ ജസ്റ്റ് ഡേറ്റ് ഇവരുടെ എനിക്ക് ഒരു ഓർമ്മയുണ്ട് കേട്ടോ ഗൈസ്. വഴക്കിട്ട ആ ഡേറ്റ് അവർക്ക് ഓർമ്മയില്ല, എനിക്ക് വഴക്കിട്ട ഓർമ്മ. കാരണം ഓർമ്മയുണ്ട് മനുക്കുട്ടൻ. വഴക്കിട്ട കാരണം എനിക്ക് ഓർമ്മയുണ്ട്. ഡേറ്റ് മെയ് 2-ാം തീയതിയാണ്. മെയ് 2-ാം തീയതിയാണ് വഴക്കുണ്ടാകാൻ കാരണം വേറെ ഒന്നുമല്ല, അന്ന് മെയ് 1-ാം തീയതി ആയിരുന്നു. അല്ല മെയ് 1-ാം തീയതി 2-ാം തീയതി, സോറി, മെയ് 1-ാം തീയതി ഞങ്ങൾ ഇവിടുന്ന് പോയി. മെയ് ദിനം ഓർമ്മ വന്നു. അന്ന് ഞങ്ങൾക്ക് ലീവായിരുന്നു കമ്പനിയിൽ. അപ്പൊ ലീവ് എടുത്ത് പോയിട്ടാണ് മലപ്പുറത്ത് 2-ാം തീയതി എത്തണേ. നീ ഇപ്പോഴത് ഓർമ്മയുണ്ട്. ഓക്കെ. ഇനി ആരാണ് ഏറ്റവും കൂടുതൽ മറവി, ആരാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മറന്നു പോണ ഇത് ആരാണ്? ആലോചിക്കണം, ഞാൻ ആദ്യം മറന്നു. ആലോചന പറഞ്ഞു. ഓക്കെ, ആരാണ് 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 ഞാനാണ് മറന്നു. യെസ്, മൺകുട്ടൻ. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഞാനാണ്. അപ്പൊ ചിന്തിക്കണതും ഇവളെ പറ്റി ആലോചിക്കുമ്പോ നമ്മൾ ഓരോന്നും മറന്നു പോകും. അവളെ കുറിച്ച് ആലോചിക്കുമ്പോ എല്ലാം മറന്നു പോന്നാ. കാരണം നമ്മള് ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത്. കാരണം ഞാൻ അതല്ല വീട്ടുകാരെ പറ്റിയ കാര്യം നമ്മൾ ഓരോ കാര്യത്തിലും ഇവർക്ക് മറക്കാനൊന്നുമില്ല. കാരണം ഇവരൊന്നിനെ പറ്റി ബോധവടല്ല. പക്ഷെ ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്ത് കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ ഓരോ തിരക്കുകളായോണ്ടായിരിക്കും നമ്മൾ ഓരോന്നും മറന്നു പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പാർട്ട്നേഴ്സ് എന്നുള്ള രീതിക്ക് നിങ്ങളുടെ പിള്ളേർക്ക് നിങ്ങളുടെ ഒരു നല്ല ക്വാളിറ്റി കിട്ടണം എന്ന് ഉണ്ടെങ്കിൽ, മണിക്കുട്ടിന്റെ നല്ല ക്വാളിറ്റി റനീഷ എഴുതുക, റനീഷയുടെ ഒരു നല്ല ക്വാളിറ്റി മണിക്കുട്ടിന് എഴുതുക. നിങ്ങളുടെ പിള്ളേർക്ക് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇവന്റെ കഴിവുകളാണെങ്കിലും എഴുതാലോ. ക്വാളിറ്റി മീൻസ് എന്ത് വേണേലോ. ഒന്നും എഴുതാൻ ആലോചിക്കും. അല്ല, എന്തോരം കഴിവുകളാ, ഏത് എഴുതണം എന്നുള്ള കൺഫ്യൂഷനാന്നൊക്കെ. ഞാൻ എഴുതിട്ടോ, ഞാൻ എഴുതി. എല്ലാം ഇതൊന്നും വേണ്ട, എനിക്ക് ഇഷ്ടമുള്ളത് എല്ലാം എഴുതണ്ടാന്ന്, കൊറേ കഴിവുണ്ടല്ലോ അതുകൊണ്ട്. മൻകിട വസ്സറാ സ്നേഹം. ഓ, അവളെന്നെ സ്നേഹിക്കുന്ന പോലെ എന്റെ പിള്ളേരെ എന്നെ സ്നേഹിച്ചാണ്. അതിലറിയില്ല. ഞാൻ എഴുതിയത് മണിക്കുട്ടന്റെ ബിഹേവിയർ കിട്ടണം. കാരണം എന്നെ പോലെ അല്ല, മണിക്കുട്ടൻ ഭയങ്കര ആക്റ്റീവാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് കിട്ടണം. പിന്നെ മണിക്കുട്ടന്റെ ഡാൻസിങ് സ്കിൽസ് കിട്ടണം, പിന്നെ ആക്ടിങ് സ്കിൽസ് കിട്ടണം. അപ്പൊ പറഞ്ഞാല് ഒരു മിനി മനു ഒരു ക്വാളിറ്റിയാണ് ആക്ച്വലി ഉദ്ദേശിച്ചത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാൻ പോണത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആരാണ് കൂടുതൽ പൊസസീവ്, റനീഷയാണോ മണിക്കുട്ടനാണോ? അല്ല, ഞാനേ പറയുള്ളൂ, എന്നെ പറയുള്ളൂ. ഞാൻ അവളെ തന്നെ പറയുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാലേ ഞാനങ്ങനെ അതല്ല, ഞാൻ പോസിറ്റീവ് ആവുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മണിക്കുട്ടൻ എവിടെയെങ്കിലും ഇപ്പൊ വീഡിയോ എടുക്കാനൊക്കെ പോകുമ്പോ എന്നെ വിളിക്കാതെ കുറെ നേരം ആ തിരക്കിൽ വിട്ടുകൊള്ളതാണ്, പക്ഷെ വിളിക്കാതെ ഇരിക്കും. അപ്പൊ ഇവനെ പെട്ടെന്ന് വിളിക്കുമ്പോൾ ഇവന് ചുറ്റും ആൾക്കാര് ബഹളം, ഞാൻ എന്റെ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് ബാക്കി ഇവന് ചുറ്റും നിൽക്കുന്ന ആൾക്കാരോടൊക്കെ ഭയങ്കര വേറെ അങ്ങനെയുള്ള രീതിക്ക് പോസിറ്റീവ് ആവും. എന്നെ മൈൻഡ് ചെയ്യാതെ അവരാണോ പ്രയോറിറ്റി കൊടുക്കണമെന്നുള്ള രീതി. പിന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്ത് പറയാനുണ്ടോ, ഞാൻ എപ്പോഴും ആ രീതിയിൽ പെട്ടെന്ന് എല്ലാവരോടും പെട്ടെന്ന് കമ്പനിയാവും. അതുപോലെ തന്നെ കൂട്ടുകാരന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ ആ രീതിയിൽ നിൽക്കാറുള്ളൂ.
സത്യം എന്റെ കൂട്ടുകാരന്മാർ എനിക്ക് ജീവനാട്ടോ ഞാൻ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay. ഞാൻ അല്ലെങ്കിൽ തല്ലൂടാ. അടുത്ത ദിവസം പറയുക പ്രയോറിറ്റി ആണ് പ്രശ്നം. അതെ, പ്രയോറിറ്റി ആണ് പ്രശ്നം. അങ്ങനെയാണ് possessive. അല്ലാതെ ഇവരുടെ തങ്കച്ചിനോട് മിണ്ടാ അങ്ങനെയൊന്നും ഒരു possessiveness ഇല്ല. പ്രയോറിറ്റി കാരണം ഇവ എല്ലാരോടും മിണ്ടും. പൂച്ചേനോടും പട്ടീനോടും വരെ മിണ്ടും. പിന്നെ ഞാൻ ഇതിന് possessive. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ് കൂടുതൽ സോറി പറയുന്നത്, അല്ലെങ്കിൽ ആരാണ് ആദ്യം സോറി പറയാൻ തയ്യാറാവുന്നത്? ഞാൻ തന്നെ മരിക്കട്ടെ. എല്ലാം ഞാൻ തന്നെ. അതെ അതെ. കാരണം എനിക്ക് ക്ഷമയില്ലല്ലോ. അപ്പം ഞാൻ പിന്നെ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ ഞാൻ കുറച്ച് സമയത്തേക്ക് ഞാൻ എന്റെ ഭാഗം ഇങ്ങനെ ന്യായീകരിക്കും. അപ്പൊ മനിക്കുട്ടൻ അവൻ തെറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്താലോ അവൻ തന്നെ വന്നിട്ട് പോട്ടെ വിട്ടുകളാ. ഇവർക്ക് ക്ഷമ എന്ന് പറഞ്ഞ സാധനം അറിയില്ല. സീരിയസ് ആയിട്ടും guys, ഞാൻ നിങ്ങളത് പറയുന്നതാണ്. ആള് ക്ഷമിക്കണമെങ്കിലേ ഒരു 2-3 മണിക്കൂർ 4-5 മണിക്കൂർ കഴിയണം. അതായത് കുറച്ച് സമയം എടുക്കും. ഞാൻ അങ്ങനെയല്ല. ഇപ്പൊ എന്റെ ഇവളുടെ ഭാഗത്ത് തെറ്റുണ്ടാന്ന് വെച്ചോ, ആ തെറ്റ് ഞാൻ ഇവളെപ്പോ തന്നെ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ എന്നാ കുഴപ്പമില്ല. അല്ല, ഇത് എന്റെ ഭാഗത്താണ്. അല്ല ഞാൻ പറയട്ടെ ഇവർക്ക് ഇപ്പോഴും ക്ഷമയില്ല. ഞാൻ പറയട്ടെ, എനിക്ക് അങ്ങനെ ഒരു വരാൻ കാരണം എന്ന് പറഞ്ഞാല് ഞാൻ തെറ്റ് ചെയ്യല് കുറവാ. മനിക്കുട്ടന്റെ സൈഡിൽ നിന്നാണ് തെറ്റുകൾ ഫുള്ള് വരുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ അവൻ തന്നെ ക്ഷമ ചോദിക്കണ്ടേ. ഞാൻ പറഞ്ഞ പോലെ ആണ്ടിലും കൊല്ലത്തിലൊക്കെ ഒരു എന്നെ കാരണം പ്രശ്നം ഉണ്ടാകണത് ആണ്ടിലും കൊല്ലത്തിലും വൺസ്. പക്ഷെ മനിക്കുട്ടനെ കാരണം ഡെയിലി പ്രശ്നം. അപ്പൊ ആരാ ഏറ്റവും കൂടുതൽ ക്ഷമ ചോദിക്കേണ്ട ആള്? ഓക്കെ, സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് സിറ്റുവേഷൻസ് ആണ് നമ്മുടെ കുറ്റം. എന്നെ മാത്രം കുറ്റം പറയുന്നതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ് ആദ്യം അടി തുടങ്ങുന്നത്? ഫസ്റ്റ് അടി തുടങ്ങുന്നത് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ആരാ? ഫസ്റ്റ് അടി തുടങ്ങുന്നത് കുഞ്ഞോളാണ് അടി തുടങ്ങുന്നത്. അടി തുടങ്ങാൻ കാരണം ഉണ്ടാക്കണത് മനിക്കുട്ടെ. ഓക്കെ, ആൻസർ കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ സമയം കിടന്നുറങ്ങുന്നത് ആരാണ്? സിമ്പിൾ. ഏറ്റവും കൂടുതൽ കിടന്നുറങ്ങുന്നത് എന്റെ കുഞ്ഞോൾ. ഇവളാണ് ഏറ്റവും കൂടുതൽ കിടന്നുറങ്ങുന്നത്. ഞാനാണ് ഉറങ്ങുന്നത്. കാരണം ഞാൻ ഉറങ്ങാറില്ല. ഞാൻ ഉറങ്ങാത്തോണ്ടല്ല, ഞാൻ ഇത് രാവിലെ കിടക്കും മാത്രമേ കിടന്നുറങ്ങുള്ളൂ. പക്ഷെ ഞാൻ അത് പിന്നെ എല്ലാരും പിന്നെ അല്ല ഞാൻ കിടന്നുറങ്ങും. അങ്ങനെ ക്ഷീണം തോന്നുമ്പോ കിടന്നുറങ്ങും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ മണിക്കുട്ടനൊന്നും അങ്ങനെ വീട്ടിലിരിക്കാത്തോണ്ട് നൈറ്റ് ഉറങ്ങുകയും മാത്രമേ ശീലിച്ചുള്ളൂ. അപ്പൊ അവൻ എന്നെ കാണുമ്പോ ചോദിക്കും, നീ എങ്ങനെയായിട്ട് ഇത്രയും കിടന്നുറങ്ങണേ അങ്ങനെയുള്ള രീതി. പക്ഷെ ഞാൻ അതിന് യൂസ്ഡായി, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉറങ്ങും. പിന്നെ പൊതുവെ സയൻസ് പറയണത് ബോയ്സിനേക്കാളും കൂടുതൽ ഗേൾസ് ഉറങ്ങണം. അവർക്ക് ആ ഒരു അതെ, നമ്മൾ സയൻസിനോടൊപ്പം. ഓക്കെ, രണ്ടുപേരുടെയും ലൈക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? മണിക്കുട്ടന് മാറ്റേണ്ട ശീലം റെനീഷയും, റെനീഷയുടെ ഒരു ശീലം മാറ്റേണ്ടത് മണിക്കുട്ടനും പറഞ്ഞാൽ മതി. എന്താ പറയാ, പെട്ടെന്നുള്ള ദേഷ്യം മാറ്റി കഴിഞ്ഞാൽ തീരാൻ പറ്റും. ചില സംഭവങ്ങള് നമ്മൾ പറയണേക്ക് മുമ്പ് പെട്ടെന്ന് ദേഷ്യം കൊടുക്കും. വേറൊന്നുമില്ല. മണിക്കുട്ടന്റെ കൂടുതൽ സമയം ബാത്റൂമിൽ ഇരിക്കണത്. ബാത്റൂമിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ വർഷങ്ങളോളം ഇരിക്കും. അത് മാറ്റണം. പിന്നെ ഭയങ്കര ശ്രദ്ധക്കുറവാണ്. എവിടെയെങ്കിലൊക്കെ വെച്ചാല് ഫോണിലൊക്കെ നോക്കിയിരുന്നാൽ നമ്മള് 10 വഴി വിളിച്ചാൽ പോലും അറിയില്ല. അപ്പൊ അത് മാറ്റണം. ഓക്കെ, ഇനി എല്ലാവരും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാ ഫാൻസും യൂട്യൂബ് ഓഡിയൻസ് എല്ലാം അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അതെ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് അറിയണം എന്ന് ആഗ്രഹമുള്ള ഒരു ചോദ്യമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നിങ്ങളിൽ ആരാണ് ആദ്യം ഐ ലവ് യു പറഞ്ഞത്? അത് ഇവർക്കറിയില്ലേ? ദൈവമേ, അറിയൂല. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു പറഞ്ഞിട്ടില്ല.
ഞാൻ ആരും ഞങ്ങക്ക് അത് അയ്യോ അത് സസ്പെൻസാ ഞങ്ങളുടെ ലവ് സ്റ്റോറി. ആ ലവ് സ്റ്റോറി പറയുള്ളൂ. അതെ അതെ ഞങ്ങൾ ലവ് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഇനീഷ്യേറ്റീവ് അങ്ങനെ എനിക്ക് ഇഷ്ടമാണെന്നുള്ള രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. കണ്ണിൽ നോക്കി രണ്ടുപേർക്കും പ്രണയം ഉണ്ടെന്ന് മനസ്സിലായി, അങ്ങ് സെറ്റായി. ഓക്കെ, ഇഷ്ടം അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെയല്ല, പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആ മൊമെന്റിൽ അങ്ങനെ ഒരാളെ വന്ന് പ്രപ്പോസ് ചെയ്തു പുറകെ അങ്ങനത്തെ സെറ്റപ്പേ ഇല്ല. അത് നമ്മൾ ലവ് സ്റ്റോറിയിൽ പറയും. ഓക്കെ, അത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മാറ്റാൻ ആഗ്രഹിക്കുന്ന ശരി ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ ഉറങ്ങണം ചോദിച്ചു, ആരാണ് ഫൈറ്റ് ഉറങ്ങണം ചോദിച്ചു, ആരാണ് സോൾ ഉറങ്ങണം ചോദിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാ, നിങ്ങൾ ആരാണ് ഫസ്റ്റ് കിസ് ചെയ്തത്, അല്ലെങ്കിൽ എപ്പോഴായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് കിസ്? ഡേറ്റ് ഓർത്ത് വെക്കേണ്ടതാണ് ആക്ച്വലി. ഡേറ്റ് ഒക്കെ ഓർമ്മയുണ്ട്, പക്ഷേ എവിടെ വെച്ചാണ് ഡീറ്റെയിൽ ചോദ്യല്ലേ ആരൊന്നും വെച്ചെന്നുള്ളത്. ഹൂ ഇനിഷ്യേറ്റഡ് ഫസ്റ്റ്? ഓക്കെ, ഇത് കുറച്ച് വിയേഡാണ് പറയാ. ഞാനാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. ഇതൊക്കെ ഞാൻ അപ്പൊ തന്നെ എന്താ അറിയാം, സീരിയസ്ലി പക്ഷെ എന്താണെന്നറിയോ, അയ്യോ ഇതൊക്കെ ലവ് സ്റ്റോറി പറയണ്ട ജൂൺ 6 മിഡ്നൈറ്റ് അല്ലേ? 6 മിഡ്നൈറ്റ് 2022 കറക്റ്റാ ആയിരിക്കണം. പക്ഷെ ഞാൻ മണിക്കൂറിന് ഡേറ്റ് ഓർമ്മയില്ല കേട്ടോ, ഡിസപ്പോയിന്റഡ് ആക്കി. റെനീഷാന്ന് മാത്രമേ എഴുതിച്ചുള്ളൂ, കാരണം അവന് ഡേറ്റ് ഓർമ്മയില്ല. ഡേറ്റ് ഒക്കെ അതാണ് മറവിയുള്ള ആള്, ഏറ്റവും മറവിയുള്ള. ആരൊക്കെ ഇരിക്ക ഡേറ്റ് മറവിയാ. വരും ഇതൊക്കെ കാണിക്കുമ്പോ ആൾക്കാരെ കളിയാക്കൂലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നല്ല വെറുപ്പിക്കലാന്ന് വിചാരിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ആദ്യമായി ഒരുമിച്ച് കണ്ട സിനിമ ഏതാണ്? പറയ്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് രണ്ടുപേരും പറഞ്ഞു അല്ലേ? അങ്ങനത്തെ കാര്യമൊക്കെ ഓർമ്മയുണ്ട് അല്ലേ? അപ്പൊ ഈ ഒരു കൈ ഒരെണ്ണോടിയുണ്ട്. ആ പറ. എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോണം എന്ന ആഗ്രഹമുള്ള ഒരു സ്ഥലം? ഹണിമൂണോ അല്ലാതെയോ എങ്ങനെ വേണേലും പറയാം. പാരീസ്. എനിക്ക് മറ്റേ ആ ബോട്ടിൽ കൂടെ പോയിട്ട് ഇങ്ങനെ ടവർ കാണുന്ന രീതിയിൽ ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് റീൽസ് ഒക്കെ ഉണ്ട്, കുറെ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ടല്ലേ നേരത്തെ പറഞ്ഞത്. ഇവനങ്ങനൊന്നുമില്ല, ഇവന് കല്യാണത്തെ ബജ്ജിക്കടയിൽ പോയി ബജ്ജി കഴിച്ച നല്ല ബജ്ജി കേട്ടോ. KFC ഞങ്ങളുടെ ചേച്ചിമാർ ബജ്ജിക്കടയാണ്. ഫ്രീ പ്രൊമോഷൻ. ചേച്ചിയുടെയും ചേച്ചിയുടെയും നല്ല ബജ്ജിയാണ്. എറണാകുളത്ത് വരുമ്പം നെടുമ്പാശ്ശേരിയിൽ എയർപോർട്ടിലൊക്കെ വരുമ്പോ എയർപോർട്ടിന്റെ ബാക്ക് സൈഡ് റഡാറിന്റെ സൈഡിലാണ് നല്ല ബജ്ജി കിട്ടും. ശാലിനി ചേച്ചി ഉണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ചലഞ്ച് എത്രത്തോളം ഫണ്ണായി അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുകയാണെങ്കിലും കമന്റ് ചെയ്യണം. ക്ഷമിക്കണം. കാരണം നമുക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ലൈവ് പറയണേ, ഇത് നിങ്ങളെ അങ്ങനത്തെ രീതി തന്നെ പ്രസന്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടം. അല്ലാതെ വിത്തൗട്ട് എനി ഫിൽറ്റർ. അതെ, വേറൊന്നും ആഡ് ചെയ്ത് ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്ത് അങ്ങനത്തെ ആഡ് ചെയ്ത് ചെയ്യണത് കൊണ്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ആ രീതി ചെയ്യാന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാറുണ്ട്, ഒരുപാട് സന്തോഷം. വീണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ. പിന്നെ എന്താ, ഞങ്ങൾ ഇനി ഇതുപോലത്തെ കുറെ എന്റർടൈൻമെന്റ് പർപ്പസുകളായിട്ടും പിന്നെ ലവ് സ്റ്റോറി പാർട്ട് 2 ചോദിച്ച കുറെ പേരുണ്ട്, അതൊക്കെ നമ്മൾ ഉടനെ ചെയ്യും. അപ്പോ ബൈ, ഗുഡ് നൈറ്റ്.